I hope all of you, maybe you, okay. So this semester we will discuss about something about coding theory. Okay, you know what you mean by a coding theory is. In fact, even without my teaching, you might have studied what you mean by coding theory. Maybe not in a mathematical kind of fashion, but in some other sense, isn't it? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഉണ്ടോ? അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമോ? ഹലോ, ഹലോ, is there anybody there? Yes sir, കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ കോഡിംഗ് തിയറി എന്ന് ഓക്കെ. സോ ദ കോഡിംഗ് തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ആണ് കോഡിംഗ് തിയറി എന്ന് പറഞ്ഞത്. One more thing that you have studied is cryptography, isn't it? Maybe in your first semester class, I think you have studied cryptography as part of a number theory part, isn't it? I think you have studied. Yes sir. So now the question is, what do you mean by coding theory and what do you mean by cryptography? These are the two questions that usually come into our mind. Is it a cryptography? Is it a coding theory, part of a coding theory, or coding theory is it a part of a cryptography? This is what the question that should arise in our memory. Okay, so let us see this. Maybe we will go on a little bit slower pace. So this is what first discussion is. What is coding theory and what is cryptography? Some literature says that the term coding is an overloaded and sometimes misunderstood term. Okay. Okay. So coding means usually നമ്മൾ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് ആവണമെന്നില്ല. ഓക്കെ, ഒരു മിനിറ്റ്, എന്നെ സാറ് വിളിക്കുന്നു. ഒരു മിനിറ്റ് സാറേ. സാറേ ഞാൻ ക്ലാസ്സിലാണ്. ഞാൻ വരാം. ഞാൻ ഇപ്പൊ 12:30 ആകുമ്പോൾ വരാം സാർ. ഇല്ല, ഞാൻ വിളിക്കാം സാറിനെ. So the term coding is an overloaded and sometimes misunderstood term. That means we can okay, we assume that coding is cryptography is coding and some other things. So whatever നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു പരിധിവരെ കോഡിംഗ് ആണ് എന്ന് നമുക്ക് തോന്നാം. Okay. എന്തായാലും basically there are three areas the term coding is associated with. This is what basic understanding should be. What is it? This is data compression. ഓക്കെ, എന്തിനാണ് ഈ ഡേറ്റ കംപ്രഷൻ ഉപയോഗിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊക്കെ ഫോണിൽ നെറ്റ് ഉപയോഗിക്കുന്നവരാണ്. അപ്പം 1 GB ഡേറ്റ, ഒരു മൂവി, ഒരു സപ്പോസ് ഡൗൺലോഡ് ചെയ്യുന്ന മൂവി, ഒരു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 8K ക്ലാരിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ 16 GB ആയിരിക്കും ഉണ്ടാവുക. ഒരു സിനിമ 16 GB ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളെ ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റാവുന്ന ഡേറ്റ 2.5 GB അല്ലെ 3 GB അല്ലെ 1 GB ഒക്കെ ആയിരിക്കും. അപ്പൊ ഇതിവിടെ സംഭവിക്കാൻ വെക്കുമ്പോൾ അപ്പം അത്രയും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ സിനിമ കാണാൻ ഉപയോഗിക്കുമ്പോഴാണ് MP4 ഫോർമാറ്റിലുള്ള ഒരു ഡേറ്റ കംപ്രഷൻ ഒക്കെ വന്ന് 16 GB ഉള്ള ഒരു സിനിമ ഒരു 800 MB വന്ന് നിൽക്കുന്നത്. അപ്പൊ 2.5 GB ഡെയിലി ഉള്ള നമുക്ക് ഒരു 800 MB ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ സൗകര്യമുണ്ടായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഡൗൺലോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള സ്പീഡിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ഡൗൺലോഡ് ചെയ്യാനുള്ള നമ്മുടെ ഇടയ്ക്കൊന്ന് ട്രംബിൾ ആവുന്നുണ്ട്. ആണോ? ഹലോ, ഇപ്പൊ കേൾക്കാമോ? ഹലോ, സർ കേൾക്കുന്നുണ്ട്. സാർ പറഞ്ഞു പോകുമ്പോ എക്സ്ട്രാ വേറെന്തോ സൗണ്ട് പോലെ വരുന്നു. ബാക്കിയുള്ളൊരു സൗണ്ട് ഓഫ് ചെയ്യാം. എനിക്ക് തോന്നുന്നു നമ്മൾ നോക്കാം എന്താ സംഭവിക്കാൻ നോക്കാം. എന്റെ എത്ര വരുന്നതായിട്ടാണ് ചിലപ്പോൾ. എന്തായാലും കുഴപ്പമില്ല, നേരിട്ട് എന്നോട് പറയാം. നമുക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് മാറി നോക്കാം. ഓക്കെ. സോ ഡാറ്റ കംപ്രഷൻ എന്ന് പറയുന്നത് സത്യം മനസ്സിലായിട്ടുള്ളത് വിചാരിക്കുന്നു. എന്താ ഡാറ്റ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ? ഓക്കെ,
ഇപ്പോഴെങ്ങനെയുണ്ട്? കേൾക്കാമോ നന്നായിട്ട്? ഹലോ, ആ സാർ ഇപ്പൊ കേൾക്കാം. ഓക്കെ. അപ്പൊ ഡാറ്റ കംപ്രഷൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരം. It is actually concerning with an efficient encoding of source information so that it takes as little space as possible. This is possible by removing redundancy from the data. നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന സാധനങ്ങളെ വെട്ടിക്കുറച്ചിട്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഡാറ്റ കംപ്രഷൻ. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ സിപ്പ് ചെയ്ത് അയക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഡാറ്റ കംപ്രഷൻ ആണ്. ഓക്കെ, മൂവിങ് ലിറ്റിൽ ബിറ്റ് മോർ. അപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് എറർ കറക്റ്റിംഗ് കോഡ്സ് എന്നാ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ നിങ്ങൾ നേരത്തെ ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു, ഞാൻ സംസാരിക്കുമ്പോൾ നോയ്സ് അവിടെ റിപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, എന്റെ വോയിസ് അവിടെ റിപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ നിങ്ങളിൽ പറഞ്ഞു തരുന്ന ആ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിൽ ആൾറെഡി കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ പ്രശ്നങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന വോയിസ് റിപ്ലിക്കേറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ അതൊരു എററാണ്. ശരിക്കും ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അത് നിങ്ങളെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് എറർ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആ എറർ വരുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ചെയ്യുന്നതിനാണ് എറർ കറക്റ്റിംഗ് കോഡ്സ് എന്ന് പറയുന്നത്. So the error correcting codes are concerned with improving reliability of communication over noisy channels. This is achieved by adding redundancy. So when you see that data compression, we are deleting that, removing the redundancy. When we wanted to correct the errors that happened in codes, we are adding redundancy. Now let us see the third one. Cryptography or cryptology is concerned with security, privacy or confidentiality of communication over an insecure channel. Okay, ഇതാണ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് നിങ്ങൾ അയക്കുന്ന ഒരു മെസ്സേജ് എനിക്ക് തന്നെ കിട്ടണം, എനിക്കല്ലാതെ വേറൊരാൾക്ക് കിട്ടരുത് എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മുടെ സെക്യൂരിറ്റി ഒരു പ്രശ്നമാണ്. നമ്മുടെ പ്രൈവസി ചിലപ്പോൾ പ്രശ്നം. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ഭാഷയ്ക്കും നിങ്ങൾ എന്നോട് സംസാരിക്കുന്ന ഒരു ഭാഷയ്ക്കും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്, ശരിയല്ലേ? നിങ്ങളെ സ്റ്റുഡൻസ്, നിങ്ങളെ കൂട്ടുകാരെ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ജൂനിയേഴ്സിനോടോ അല്ലെങ്കിൽ നിങ്ങൾ കോളേജിലെ അധ്യാപകരോടോ സംസാരിക്കുന്നത്. ഈ സംസാരങ്ങൾക്ക് ഒരു വ്യത്യാസമുണ്ട്. അപ്പം അച്ഛനും അമ്മയോടും സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല എന്നോട് സംസാരിക്കുന്നത്. അപ്പൊ സോ യു ഹാവ് ഓരോ ആൾക്കാർക്കും നിങ്ങളൊരു ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത്. സംസാരിച്ചുകൊണ്ട് എന്ത് കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം അനൂപിന്റെ സുഹൃത്തിനോട് എടാ ഇങ്ങോട്ട് വാടാ എന്ന് പറയുന്ന ഒരു അച്ഛനെ അമ്മ എടാ എടി എന്നൊക്കെ വിളിച്ച കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയറട്ടിക്കലി അതിന് കുഴപ്പമൊന്നുമില്ല എങ്കിൽ പോലും ചിലപ്പോൾ അച്ഛനമ്മയ്ക്ക് അതൊക്കെ ഫീൽ ചെയ്യും. സോ ദാറ്റ് ഇസ് ദാറ്റ് പ്രൈവസി മീൻസ്, കോൺഫിഡൻഷ്യാലിറ്റി മീൻസ്. അപ്പൊ നമ്മളൊരു കാര്യം പറയുന്നു, അനൂപ് ഇത് ബാക്കിയുള്ളവരോട് പറയരുത്, അല്ലെങ്കിൽ ഐശ്വര്യ ബാക്കിയുള്ളവരോട് പറയരുത്, ആതിര ബാക്കിയുള്ളവരോട് പറയരുത് എന്ന് പറയുന്നതാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് ബേസിക്കലി ക്രിപ്റ്റോഗ്രഫി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ATM പിൻ, നമ്മൾ ജിമെയിൽ ഉപയോഗിക്കുന്ന പാസ്വേഡ്, ഇതൊക്കെയാണ് ക്രിപ്റ്റോഗ്രഫി. കാരണം ഇത് വേറൊരാൾ കാണരുത് എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊന്ന് നോക്കി കഴിഞ്ഞാൽ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു 3 സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ക്രിപ്റ്റോഗ്രഫി ഈസ് some sort of coding, whereas coding is not everything related to cryptography. നമ്മൾ എല്ലാ മെസ്സേജുകളും കോഡ് ചെയ്തിട്ടാണ് അയക്കുന്നത്. ഈ കോഡ് ചെയ്ത് അയക്കുന്ന മെസ്സേജുകൾ ചിലത് സെക്യൂരിറ്റി, പ്രൈവസി അല്ല കോൺഫിഡൻഷ്യാലിറ്റി വേണമെങ്കിൽ അതിനെ നമ്മൾ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയും. അതുകൂടെ ചേർക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇസ് ഇറ്റ് ഓക്കെ? ഹലോ. Okay, so it is interesting to note that whereas cryptography strives to render data intelligible to all but the intended recipient, error correcting codes attempt to ensure data is decodable despite any disruptions introduced by the medium. Cryptography എന്ന് പറയുന്നത് എന്താ സംഭവിക്കുക? It transmits the ക്രിപ്റ്റോഗ്രാഫി ചെയ്യാൻ അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രാഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അയക്കുന്ന ഡേറ്റ ആർക്കാണോ എത്തേണ്ടത് അയാൾക്ക് എത്തുകയും അയാൾക്ക് അത് വായിക്കാൻ പറ്റുകയും ചെയ്യണം. കാരണം വേറെ ഒരാൾക്ക് പോലും എടുക്കരുത് എന്നുള്ളതാണ് ക്രിപ്റ്റോഗ്രാഫി കൊണ്ട് ഉദ്ദേശിക്കുമ്പം. എറർ കറക്റ്റിംഗ് കോഡ്സ് എന്താ ചെയ്യുന്നത്? ഈസ് ഡീകോഡബിൾ. ഈ ഡീകോഡബിൾ എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളൊരു സാധനം മീഡിയത്തിൽ കൂടെ അയക്കുമ്പോൾ വേറെ ഒരാൾ കയറി വന്ന് ആ മെസ്സേജ്, സപ്പോസ് വാട്ട് എവർ ഇറ്റ് മേ, സാധനം എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഒരു മെസ്സേജ് അയക്കുമ്പോൾ വേറൊരാൾ കയറി വന്ന് ആ മെസ്സേജിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് റിസീവ് ചെയ്യുന്ന ഒരാൾക്ക് വായിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയുണ്ട്. നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല.
ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണെന്ന് വിചാരിക്കുക, സപ്പോസ് നിങ്ങൾ എല്ലാവരും ഏറ്റവും നല്ല അധ്യാപകന്റെ ക്ലാസ് ഇരിക്കുകയാണ്, അങ്ങനെ പറയുന്ന എല്ലാം മനസ്സിലാകുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ഒരു ബാൻഡ് മേളം നടക്കുന്നത്. ഈ ബാൻഡ് മേളം നടക്കുമ്പോൾ ബേസിക്കലി നമുക്ക് ബാൻഡ് മേളം കേൾക്കാൻ ഇഷ്ടമായതുകൊണ്ടും കോളേജിൽ ഇതൊക്കെ അടിക്കുന്ന കേൾക്കാനും തുള്ളാനും നമുക്ക് ആഗ്രഹമുള്ളതുകൊണ്ടും ഈ എത്ര നല്ല അധ്യാപകൻ പറയുന്ന ആ ടോപ്പിക്ക് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ശരിയല്ലേ? അല്ല, ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതിനെയൊക്കെയാണ് നമ്മൾ നോയ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ എറർ കറക്റ്റിംഗ് കോഡുകൾ എന്താ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് റൂമിൽ ആ എറർ കറക്റ്റിംഗ് കോഡുകൾ, അങ്ങനെ ഒരു സംവിധാനമുള്ള ഒരു ക്ലാസ് റൂം ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ബാൻഡ് മേളം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കയറാതിരിക്കാനായിട്ട് അത് സൗണ്ട് പ്രൂഫ് ആക്കിക്കൊണ്ട് മാറും. അതായത് പിന്നെ നിങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അപ്പോഴും 100% ഷുവർ ആയിട്ട് ആ അധ്യാപകന്റെ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുക. സോ cryptography strives to render data unintelligible to all but the intended recipient. That means only the who. So once you decide that this message is reached to this person only, then cryptography will help you to do that. Okay. Whereas error correcting codes, what it is doing, it ensures the data is decodable. Okay. Cryptography means it is a message which is encrypted, then you have decipher it. Coding theory, error correcting codes are, what are they doing? They ensure that data which is going to be transmitted is decodable despite any disruptions introduced by the medium. What നിങ്ങൾ ഈ ഡേറ്റ വരുമ്പോൾ എന്തൊക്കെ ഇൻട്രാക്ഷൻസും എന്താ ഇൻട്രൂഷൻസും ഉണ്ടെങ്കിലും error correcting codes that attempts to help what is the message that is conveyed to you by the sender. I hope you are clear by this thing. Now, what is data compression and error correction? Data compression means given data you are compacting. That means you are deleting the redundancy and you are trying to make data capacity of data is as small as possible. Whereas error correction, what do? It expands the data that you have sent. ഡാറ്റ കംപ്രഷൻ നിങ്ങൾ മാക്സിമം സ്പേസ് കുറയ്ക്കുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ശരിയല്ല, എത്ര സ്പേസ് എന്നാണ് ഞാൻ പറയുന്നത്, അയക്കേണ്ട ഡേറ്റ എത്ര ചുരുക്കാമോ എന്ന് നോക്കുന്നു. അപ്പൊ എത്ര ചുരുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പം പറയേണ്ടത് നാളെ കോളേജിലേക്ക് വരൂ എന്ന് പറയേണ്ട ഒരു ഡേറ്റ ഞാൻ നിങ്ങൾ പറയാം, നാളെ കോളേജിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ അതൊരു ഡേറ്റയാണ്. അത് കംപ്രസ് ചെയ്ത് അയക്കാൻ നാരു എന്ന് പറഞ്ഞാൽ നാളെ കോളേജിലേക്ക് വരൂ എന്ന് പറയുന്നത് നാരു ആദ്യത്തെ അവസാന അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ എന്തായിരിക്കും വിചാരിക്കുക? നാരോ എന്താണ് ഉദ്ദേശിക്കണത് എന്നായിരിക്കും വിചാരിക്കുക. സോ എറർ കറക്റ്റിംഗ് കോഡ്സ് എന്താ ചെയ്യുന്നത്, നീ ഡാറ്റ കോമ്പാക്ടിഫിക്കേഷൻ പറയുന്നതിന് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ഞാൻ പറഞ്ഞത് ഇന്നതാണ് എന്ന് പറയാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് എറർ കറക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ നാച്ചുറലി എറർ കറക്ഷൻ എപ്പോഴും നടക്കുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട് അല്ലെ. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനിൽ ഇഷ്ടംപോലെ എറർ ഉണ്ടാവുന്നുണ്ട്, അത് എഴുത്താണെങ്കിലും ഓറൽ ആണെങ്കിലും. ഇതൊന്ന് വായിച്ചു നോക്കി, ഞാൻ എഴുതിയത് പെട്ടെന്ന് വായിച്ചു നോക്കൂ. സപ്പോസ് യു റീഡ്, എന്താ അത് എഴുതിയേക്കുന്നത്? ഒറ്റ നോട്ടത്തിൽ നമ്മൾ വായിക്കുന്നത് വാട്ട് എ ഗ്രേറ്റ് കോഴ്സ് എന്നാണ്, പക്ഷെ അക്ഷരങ്ങൾ എഴുതിയേക്കുന്നത് വാൾ എ ജി മീറ്റ് കോഴ്സ് എന്നാണ് കിടക്കുന്നത്. ആ ടിയും ആറും ഒക്കെ എമ്മും എമ്മിനും പകരം നമ്മൾ ആറും ടിയും ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വിചാരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് ക്ലിയർ. മനസ്സിലാവുന്നില്ല എങ്കിൽ നേരത്തെ പറയണം. നമ്മൾ we will go on to the action after some classes. So whatever item, whatever thing that we are going to send, what we call it as a message. You see that ഇപ്പൊ ഞാൻ പറയുന്ന ഒരു മെസ്സേജ് ആണ്. ഞാൻ പറയുന്ന ഒരു മെസ്സേജ് എയറിൽ കൂടെ എൻ്റെ ലാപ്പിൽ കൂടെ വന്ന് അതിനെ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറ്റി നമ്മുടെ നെറ്റിൽ കൂടെ നിങ്ങളുടെ ഓരോരുത്തരുടെ സിസ്റ്റത്തിലും വന്നേക്കാം. ഇതിനൊക്കെ ഇടയ്ക്കൊക്കെ നോയ്സ് ഉണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഫാൻ, ഞാൻ ഇട്ടേക്കുന്ന ഫാനിന്റെ നോയ്സ്, കമ്പ്യൂട്ടറിന്റെ കുഴപ്പം, നമ്മൾ മീഡിയത്തിന്റെ കുഴപ്പം എല്ലാം ഉണ്ട്. ഇത് അപ്പം മെസ്സേജസ് ട്രാൻസ്മിറ്റഡ് ഓവർ എ കമ്മ്യൂണിക്കേഷൻ ചാനൽ വിച്ച് ഈസ് സബ്ജക്ട് ടു നോയ്സ്. എപ്പോഴും നോയ്സ് ഉണ്ട്. വാട്ട് നോയ്സ് ഈസ് ഡൂയിങ്? നോയ്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഡിസ്ട്രോട്ട് മെസ്സേജസ്. സോ വാട്ട് എവർ മെസ്സേജ് ദാറ്റ് ഐ ആം സെൻഡിങ് ഒറിജിനലി, സം ഡിസ്റ്റോർഷൻസ് മേ ബി ഹാപ്പൻ. That is happened by some noise. Okay. Now this is the thing. What is our goal? Now the question is how this error detection. Oh, you have to detect the error. Okay, നിങ്ങൾക്ക് error മനസ്സിലായി. Then you have to correct the error. There are two things, goals. One is error detect.
Then other one is error correction. So the source is there. What does this does? The source is there. So message is sent from the source, that will be encoded, that will be transmitted through channel. There is a small thing here which is called noise. Channel noise ondagum. That will be received by the receiver. It will be decoded. Then it will be received. Okay. Message receive encoded message in a decode receiver like a thing. This is diagrammatic representation. Source, encoder, channel. Channel can include noise also. That you will the received message will be there. It will be decoded. Then it will be sent to the receiver. Okay. This is the diagrammatic representation. Now, applications and some history of coding theory. We will just move through the history of coding theory now. Error correcting codes have a wide range of applications. Okay, so error correcting codes, so many applications are there. We will discuss something. One is transmission of pictures from distant space. Okay, നിങ്ങൾക്കറിയാം വോയേജറൊക്കെ മൂണിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് പിക്ചർ എങ്ങനെ ഇങ്ങോട്ടേക്ക് അയച്ചെന്നുള്ളതാണ്. ഇപ്പോഴെടുക്കുന്ന പിക്ചറുകൾ എങ്ങനെയാണ് നമ്മുടെ ഇങ്ങോട്ട് താഴേക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നാണ് എൻ്റെ വിചാരം. ഓക്കെ, ക്വാളിറ്റി ഓഫ് സൗണ്ട് ഇൻ CDs. ഓക്കെ, അപ്പൊ CD-യിൽ ഉണ്ടാകുന്ന ക്വാളിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് ഇതൊക്കെ എന്താ നിങ്ങൾക്ക് അറിയാം. റൈറ്റിംഗിൽ എറർ ഉണ്ടാകാം, ഇഷ്ടംപോലെ എറർ ഉണ്ടാകുമ്പോൾ അതൊക്കെ ക്വാളിറ്റിയെ ബാധിക്കും. അപ്പൊ ആ ക്വാളിറ്റിയെ റീഡ് സോളമൻ കോഡ് ഉപയോഗിച്ചിട്ടാണ് ഈ എന്ന് പറയുന്ന കോഡാണ് എറർ കറക്റ്റിംഗ് കോഡാണ് ഞാൻ പറഞ്ഞത്. റീഡ് സോളമൻ കോഡ് ഈസ് യൂസ്ഡ് ഇൻ CDs ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓർ ടു ഡിക്രീസ് ദ എറേഴ്സ് ദാറ്റ് ഹാപ്പൻ വൈൽ റൈറ്റിംഗ് ദ CDs or reading the CDs. The third one is, it is obviously you can see that telephone lines. You know that the most errors happen in older telephone lines where there are two lines are there. We just two hooks will be placed on these two lines. From there the telephone message was conveyed. Okay, നിങ്ങൾക്കറിയാം പഴയ രണ്ട് കമ്പിയിൽ ഇങ്ങനെ കമ്പി കുത്തി കെട്ടിയിട്ടാണ് ഫോൺ കണക്ഷൻ ഉണ്ടായിരുന്നത്. Then of course computer networks, വൈറസ് കാരണമാകാം, നെറ്റ്വർക്കിന്റെ സ്പീഡ് കാരണമാകാം, ഇതെല്ലാം കൊണ്ടും എറർ സംഭവിക്കാം. വയർലെസ് കമ്മ്യൂണിക്കേഷൻ, അതിനകത്ത് എറർ സംഭവിക്കാം. എയറിൽ കൂടാണ് കടന്നു പോകുന്നത്, മിന്നലുകൾ വരാം, ഇഷ്ടംപോലെ ബുദ്ധിമുട്ടുണ്ടാകാം വയർലെസ് കമ്മ്യൂണിക്കേഷൻ കാരണം. യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് കോഡ്സ് ISBN നമ്പേഴ്സ്, യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് കോഡ്സ് ISBN നമ്പേഴ്സ്, ഇതിനകത്തൊക്കെ എറർ സംഭവിക്കാവുന്നതാണ്. ഇപ്പം ക്വാണ്ടം എറർ കറക്ഷൻ, അപ്പൊ ഇതിനകത്തൊക്കെയാണ് എറർ കറക്റ്റിംഗ് കോഡ്സുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ ദിവസവും എറർ കറക്റ്റിംഗ് കോഡ്സ് കൊണ്ടുള്ള ഉപയോഗം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. So these are the some applications. So what was the beginning? Claude Shannon's 1948 paper, A Mathematical Theory of Communication, marks the birth of a new subject called information theory. One of the part is what we call a coding theory. Okay, it is the Claude Shannon's 1948 paper. He introduced the subject information theory. In it is containing a what we call the coding theory. He established the theoretical foundations of the subject. അപ്പൊ ഈ കോഡിംഗ് തിയറി എന്ന സബ്ജക്റ്റിന്റെ നമുക്ക് എന്തിനൊരു തിയറി ഉണ്ടാവണം, തിയറി ഇല്ലെങ്കിൽ കാര്യം നടക്കത്തില്ല. He showed that good codes exist without showing them. Okay. He proved the probabilistic and extension but not constructive codes are there. Okay. His proof was, പുള്ളിയുടെ പ്രൂഫുകളൊക്കെ തന്നെ പ്രോബബിലിസ്റ്റിക്കും എക്സിസ്റ്റൻഷ്യലും ആയിരുന്നു. പ്രോബബിലിസ്റ്റിക് എന്ന് നിങ്ങൾക്കറിയാം സംഭവിക്കാതിരിക്കാന്ന് പറയുന്നത്. എക്സിസ്റ്റൻഷ്യൽ വെച്ചാൽ ദർ എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ കൺസ്ട്രക്റ്റീവ് ആയിരുന്നില്ല, അതായിരുന്നു പുള്ളിയുടെ ഒരു കുഴപ്പം എന്ന് പറയുന്നത്. അപ്പം സോ ഇറ്റ് വാസ് എ ബിഗ് ചാലഞ്ച് ടു കൺസ്ട്രക്ട് ആൻഡ് ഇംപ്ലിമെന്റ് എഫിഷ്യന്റ് കോഡ്സ് ഫോർ എ ലോങ് ടൈം. ഓക്കെ, ആ 1948 ഒരു സിറ്റുവേഷൻ ആണ് പറഞ്ഞത്. Then Richard Hamming was one of the first to actually construct and implement error correcting codes. There is a class of codes known as Hamming codes, which we will discuss that later. Okay, Hamming. 1 minute, please. Sorry. കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പ് വാങ്ങിക്കുന്നോ അതോ ലാപ്ടോപ്പ് വാങ്ങിക്കുന്നോ?
ആ ഓക്കെ ഓക്കെ. ആ ആ ആ മാഷക്ക് പറയും. അല്ല 12 വർഷമായില്ല മാഷി നന്നാക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അത് പലപ്പോഴും കുറച്ച് കഴിയുമ്പോൾ അത് കയ്യിൽ നിന്ന് വെറുതെ കാശ് മുടക്കണം. മാഷി ഇപ്പം മദർ ബോർഡ് മാറ്റി മെമ്മറി മാറ്റി എന്നൊക്കെ പറയുന്നത് ഇനി അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന്റെ മസ്തിഷ്കവും മാറ്റിയിട്ടുണ്ട്, ഇതും മാറ്റിയിട്ടുണ്ട്. ആ ആ ഇപ്പൊ മാഷ് പുതിയ കേസ് വാങ്ങിച്ചാലും ചിലപ്പോ കേസിന് ചില കേസുകളൊന്നും പുതിയ സിസ്റ്റത്തിന് കോമ്പാറ്റബിൾ ആയിരിക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അത് മെനക്കെട എന്തിനാ സാർ അങ്ങനെ ചെയ്യുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? എന്തിനാ വെറുതെ മെനക്കെടുന്നത്? ബാക്കിയുള്ളതൊക്കെ ഏ ആ ആ ആ അപ്പൊ പിന്നെ അപ്പൊ പിന്നെ തീർന്നില്ലേ? ആ മാഷ് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഒരു 20-25,000 അടുപ്പിച്ച് ഒരു നല്ല സിസ്റ്റം കിട്ടും. ഒരു HP-യുടെ തന്നെ സിസ്റ്റങ്ങൾ നല്ല സിസ്റ്റങ്ങളാണ്. ഇവര് എയ്സർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എയ്സറിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ നോക്കിയിട്ട് പറഞ്ഞാൽ മതിയോ? ഇപ്പൊ ഒന്നാണോ അവര്? ഒന്നാണോന്ന് എനിക്കറിയില്ല. ഇതിൽ HP-യുടെ തന്നെ സിസ്റ്റങ്ങളുണ്ട്. പാലക്കാട് ഷോറൂം മറ്റേ ഇവിടെ ഉണ്ടെന്നേ. HP-കാര് മറ്റേ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ ഒരു റിലയൻസിന്റെ കടയില്ല, അതിന്റെ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വിക്ടോറിയയിലേക്ക് വരുന്ന വഴിക്ക്. അവര് വലിയ കുഴപ്പമില്ലാത്തവരാണ്. അതെ 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 PC വേൾഡ് അതാണ്. SP ഉണ്ടാവണമല്ലോ അവരുടെ കയ്യിൽ. ഒന്ന് ചോദിച്ചു നോക്കി. ഇനി അവര് ചിലപ്പം അവര് എന്ത് പറയും നോക്കാം. ഞാൻ HP പ്രിഫർ ചെയ്യാൻ കാര്യം HP-യുടെ ഒക്കെ എൻ്റെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പ് ഇപ്പോൾ 12 വർഷമായി. അതിന്റെ ബോഡിക്ക് ഇപ്പോഴും ഒരു കംപ്ലൈന്റ് ഇല്ല എന്നുള്ളതാണ്, കീബോർഡിനൊന്നും. പിന്നെ അത് സ്ലോ ആയി എന്നുള്ള ലാപ്ടോപ്പാണ് നമുക്ക് ഇതിങ്ങനെ കൊണ്ടു നടക്കാം. മാഷെ ഇപ്പൊ ഡെസ്ക്ടോപ്പിന്റെ ഒക്കെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പ്രശ്നമല്ലേ. പിന്നെ എന്റെ സാറെ 3 കൊല്ലം കഴിഞ്ഞ ഈ സാധനങ്ങളൊക്കെ പോകും. പിന്നെ മാഷി പറയുന്ന ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നന്നാക്കി നേരത്തെ പറഞ്ഞ പോലെ പിടി മാറ്റി, റിങ് മാറ്റി, അലക് മാറ്റി. അല്ല മാഷ അതിന്റെ സംഭവം എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. അത് മാഷിന്റെ ഉപയോഗം വളരെ കുറവാണ് ഇപ്പൊ.
ഹലോ, കേൾക്കാമോ? പോയോ കുട്ടികളെ? ആ, ഞാൻ പറയണം. മാഷോട് സംസാരിച്ച മുഴുവൻ കേട്ടാ? Okay. So Richard Hamming was one of the first who actually constructed and implemented the error correcting codes. So this error correcting codes is known as Hamming codes, which in due course of time we will try to discuss it. So this was happened in 1948, Claude Shannon paper. Then in 1965, Mariner 4, you know that a spaceship which had taken a photograph of another planet. Okay, it has actually taken 22 complete photographs of Mars. Then what it has done is each picture has been broken to 200 by 200 picture elements. We are not sure about what you mean by picture element. So you take a picture, you divide that into 200 by 200 part. Then each element has assigned a binary 6 tuple representing one of 64 brightness level from 0 to black. So 6 zeros means it is white and 6 ones means it's black. So it divided into 200 by 200 picture elements. Then so 200 by 200 picture elements means you know that altogether it has 40,000 picture elements. So each element has assigned a binary tuple. Okay. Then what? So you see that the total number of bits per picture was 2,40,000. You see that the entire picture element has 2,40,000. You can simply multiply it. Then what? That data is transmitted from the Mariner. You remember it transmitted at the rate of 8.33 bits per second. It's not at 8.33 bits per second. ഇപ്പോഴത്തെ നമ്മുടെ നെറ്റിന്റെ ട്രാൻസ്മിഷൻ സ്പീഡ് ഓൺലൈൻ ആണെങ്കിൽ 100 Mbps ആണ്, 100 megabytes per second ആണ് കണക്ടിവിറ്റി സ്പീഡ് എന്ന് പറയുമ്പോൾ 8.33 bits per second എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഒരു പിക്ചർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് മാരിനർ എടുത്ത സമയം എന്ന് പറയുന്നത് 8 hours ആണ്. You remember that. Then 1969-72, in between that, Mariner 6, 7 and 9, Mariner 8 lost during launching. So Mariner 6, 7, 9 got, or it has pictured Mars in a little more improved clarity. Okay. What they have done is they have used a powerful error correcting code 326416 read Muller code. Okay. This is the error correction code 326416. You remember that 32 and 64 and 16 has a relationship. 16 into 2, 32 into 2 is 64. Okay, that also we will try to study later. Now what you have done is a binary 6 tuple representing brightness of a dot in the picture was encoded as a binary code word of length 32. Okay, then what happened was the data transmission rate was increased from 8.33 to 16,200 bits per second. See that from mere 8.33 bits to 16,200 bits per second. Viking 1 in 1976 landed on Mars and returned high quality color photographs. In 79, again Voyager 1 high resolution send high resolution color pictures of Jupiter and moons to Earth. Okay. 80 Voyager 1 again first high resolution pictures of Saturn and moons that we have discussed. So these are the things that from 1948 to 1980, at least in the case of space, we have this is the development that has happened. How much faster the data has been transmitted. ഇത് ബേസിക്കലി ഈ എറർ കറക്ഷൻ വെച്ചാൽ ഇത് പറയാൻ കാര്യം സ്പേസിൽ നിന്നും എർത്തിലേക്ക് അയക്കുന്ന മെസ്സേജ് ആണ് ഈ പറഞ്ഞത്. ഏതാണ്ട് അത്രയും ദൂരത്തിൽ നിന്നും ഒരു ഡേറ്റ ഇങ്ങോട്ട് അയക്കുന്ന ഒരു പക്ഷേ വേറെ ഒരു അവസരങ്ങളും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പൊ പിന്നെയും ചന്ദ്രനിൽ നിന്ന് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്, കുറച്ചുകൂടെ ദൂരെ ആയെന്നുള്ളതേ ഉള്ളൂ. പിന്നെയുള്ള ആപ്ലിക്കേഷൻ in 1970 the development of compact discs happened. You know that what is happening on CD. The signal is encoded digitally. Now what you know that CDs may get scratched, bended, cracks, etc. To rectify, they have used Reed-Solomon codes. What that Reed-Solomon code is doing is it correct up to 4,000 consecutive errors. Okay, 4,000 consecutive error. It will rectify 4,000 consecutive error.
That means 2.5 mm of track. You remember that. 2.5 mm of track is correct. അതിന് അർത്ഥം എന്താ? ആ 2.5 mm ട്രാക്കിൽ എന്ത് എറർ ഉണ്ടെങ്കിൽ പോലും ഇവൻ അത് റെക്ടിഫൈ ചെയ്തെടുക്കും. ഓക്കെ, വാട്ട് ഇറ്റ് ഡസ്, ഇറ്റ് സിംപ്ലി ഇന്റർപോളേറ്റ് ദ സിഗ്നൽ. അതായത് തൊട്ട് മുന്നേ ഉള്ള സിഗ്നലും അതിനുശേഷമുള്ള സിഗ്നലും കൂടെ അവൻ ഇന്റർപോളേറ്റ് ചെയ്തെടുക്കും. നിങ്ങൾ ഡിഗ്രിക്ക് ഇന്റർപോളേഷൻ പഠിച്ചവരാണ്. So this is the basic introduction that we wanted to study or we wanted to know. Now we will discuss some preliminaries. We start our session. ഇത്രയൊന്നും സിലബസിൽ ഉണ്ടായതല്ല, ഞാൻ പിന്നെ അത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, കാര്യം ഇത് നേരിട്ട് കണ്ട് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇത്തരം പറഞ്ഞത്. So what do you mean by coding theories? Coding theory is the study of methods for efficient and accurate transfer of information from one place to another. You see that it is an efficient and accurate. How efficiently and accurately we can transfer an information from one place to another place. This is what we mean by coding theory. That the theory has been developed for diverse applications. Okay, so it has so many applications are there. So to mention a few, one is the minimization of noise from compact disc recordings, the transmission of financial information across telephone lines, data transfer from one computer to another computer. You know that നമ്മൾ ATM കാർഡിൽ പോയി പിൻ കൊടുക്കുമ്പോൾ വേറൊരാൾ കാണരുത്, ഇതാണ് ആവശ്യം. മൂന്നാമത്തേത് ഫ്രം മെമ്മറി ടു സെൻട്രൽ പ്രോസസർ, ഇൻഫർമേഷൻ ട്രാൻസ്മിഷൻ ഫ്രം എ ഡിസ്റ്റന്റ് സോഴ്സ് സച്ച് ആസ് വെദർ ഫോർ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഫോർ ദ മേജർ സ്പേസ് ക്രാഫ്റ്റ് വിച്ച് സെൻഡ് പിക്ചേഴ്സ് ഓഫ് ജൂപ്പിറ്റർ ആൻഡ് സാറ്റേൺ ടു എർത്ത്. Okay, so these are some of the theory, some of the applications that you come across of coding theory. Now there is a physical medium through which the information is transmitted. We usually call it a channel. Remember, there should be a physical medium. So what do you mean by physical medium? It may be cable lines, it may be atmosphere, it may be notebooks, etc. Whatever it may be, that is what we mean by a physical medium. Okay, the disturbances which comes, whatever it may be, undesirable disturbances, we call it noise. Now I have got a 2 phone calls, which is in fact an example of noise, because it is an undesirable disturbances. May cause information received to deceive come from what was transmitted. എന്താണ് ഈ നോയ്സ് സംഭവിക്കുന്നത്? എന്താണ് ആ ഇൻഫർമേഷൻ നിങ്ങളിൽ എന്താണ് എത്തിപ്പെടേണ്ടത് അത് എത്തിപ്പെടാതിരിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് പോകും. So this is why things. എന്താണ് നോയ്സ്? Why noise? Why noise? It may be it can happen because sunspots, lightning, faults in magnetic tape, meteor showers, competing the telephone message, random radio disturbances, etc. There are so many issues. Because of those issues, noise can arise. These are some examples. Now, what do you mean by definition of coding theory? Problem of detecting and correcting transmission errors caused by noise in the channel. That deals with the problem of detecting and correcting transmission errors. First of all, you have to detect the error, you have to correct the transmission error because of this noise in the channel. To construct an encoder and a decoder in such a way that fast encoding of an information, appo namakku vendathu oranathe encode cheyanam decode cheyanam. Enganeyana? It should be fast enough. The information should be encoded fast enough. Okay, it should be easily transmitted. The encoded message should be easily transmitted. The received message should be fastly decoded. And if there is any corrections, errors, it should be corrected. Okay, maximum transfer of information per unit time. Okay, ഇതാണ് ഒരു നിങ്ങൾ എന്താ ഒരു മെസ്സേജ് അയക്കുമ്പോൾ അതിനെ എൻകോഡ് ചെയ്ത് ഒരു മീഡിയത്തിൽ കൂടെ വേറൊരാൾക്ക് അയച്ചിട്ട് അത് ഡീകോഡ് ചെയ്തെടുക്കണം. അപ്പൊ എൻകോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ അയക്കുന്ന ഒരു മെസ്സേജ് എൻകോഡ് ചെയ്യാൻ ചിലപ്പോൾ 1 മാസം എടുക്കുന്നുണ്ടെങ്കിൽ 1 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ഈ അയക്കുന്ന മെസ്സേജിന് ഒരു പക്ഷേ ഒരു ഇമ്പോർട്ടൻസും ഉണ്ടാവാതിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അയക്കാൻ പോകുന്ന എന്തുതരം മെസ്സേജ് ആയിക്കോട്ടെ അതിനെ എൻകോഡ് ചെയ്തിട്ട് പെട്ടെന്ന് എൻകോഡ് ചെയ്ത് അയക്കണം. ഇനി എൻകോഡ് ചെയ്ത് അയക്കുന്നത് ഈസി ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം, ഫാസ്റ്റ് ആയിട്ട് ഡീകോഡ് ചെയ്യണം, അത് എറർ കറക്റ്റ് ചെയ്യണം. ഓക്കെ, മാക്സിമം ട്രാൻസ്ഫർമേഷൻ ഓഫ് ഇൻഫർമേഷൻ പെർ യൂണിറ്റ് ടൈം. എത്ര പെട്ടെന്നാണ് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വേറൊരു സിറ്റുവേഷനാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഗോൾ എന്താണ്? പ്രൈമറി ഗോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്ഷൻ ഓഫ് എറേഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ചാനലാണ്. എറേഴ്സ് സംഭവിക്കുന്നത് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്.
ഓക്കെ, എറേഴ്സ് ഉണ്ടാകുന്നത്. ബാക്കിയൊക്കെ എഞ്ചിനീയർമാരുടെ പരിപാടിയാണ്. വരുന്ന എറർ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാന്നുള്ളത്. ക്ലിയർ ആവുന്നുണ്ടോ? So I just give a brief introduction of coding theory to all of you. I hope you have understood what I said.